നമ്മളിപ്പോൾ ഒരു കടയിൽ ചെന്ന് പച്ചക്കറി വാങ്ങുകയാണെങ്കിൽ പോലും 10 തവണ തിരഞ്ഞു നോക്കും എന്താണ് നല്ലത് എന്ന്. പക്ഷെ ഒരു നല്ല ലക്ഷക്കണക്കിന് രൂപയുടെ പോളിസി വാങ്ങുമ്പോൾ ഡോക്യുമെന്റ് തുറന്നു നോക്കാൻ പോലും ആൾക്കാർ തയ്യാറാവില്ല. അത് കഴിഞ്ഞ് നമ്മളൊരു ഹോസ്പിറ്റലിൽ ക്ലെയിമായിട്ട് ചെല്ലുമ്പോഴാണ് നമ്മൾ ഈ പോളിസി ആദ്യമായിട്ട് ഡോക്യുമെന്റ് എടുത്ത് നോക്കുന്നത്. അത് വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഏത് പോളിസി എടുത്താലും 15 ദിവസത്തിനകം ക്യാൻസൽ ചെയ്യാനും നമുക്ക് പൈസ മുഴുവൻ റീഫണ്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്ത് പുതിയ പോളിസി എടുക്കാനുള്ള സമയമുണ്ട് അവിടെ. സാറേ, ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇന്ന് ഇന്ത്യയിൽ ഇഷ്ടംപോലെ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളുണ്ട്, സ്റ്റാൻഡ് അലോൺ കമ്പനീസ് ഉണ്ട്, ഞങ്ങൾ കോർപ്പറേറ്റ് ഏജൻറ് ഞങ്ങൾക്കറിയാം. പക്ഷെ പല പ്രശ്നങ്ങളും ചില ക്ലയൻസിന് ചില ഇൻഷുറൻസ് കമ്പനി ഇഷ്ടമല്ല. എടുത്തു കഴിഞ്ഞിട്ട് 5 കൊല്ലം കഴിയുമ്പോഴാണ് അവർ പറയുന്നത് എനിക്ക് ഇതിൻ്റെ സർവീസ് ഇഷ്ടമല്ല, എന്തോ റീസണും കൊണ്ട്. അങ്ങനെ വരുമ്പോൾ എനിക്ക് എ കമ്പനിയിൽ നിന്ന് ബി കമ്പനി സി കമ്പനിയിലേക്ക് മാറ്റാനുള്ള ഓപ്ഷൻസ് ഉണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എനിക്ക് 1-2 എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മളങ്ങനെ മാറ്റി കഴിഞ്ഞാൽ പ്രീ എക്സിസ്റ്റിംഗ് ഇൽനെസ് പോകുന്നു, കിട്ടുന്നില്ല. അപ്പോൾ സാറിൻ്റെ എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടുള്ളൂ. പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ സംഭവം തന്നെ. ഈ പോർട്ട് ചെയ്യുമ്പോൾ നിർബന്ധമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പോർട്ടിംഗ് ഹെൽത്ത് ഇൻഷുറൻസിൽ ഇപ്പോൾ അലൗഡ് ആണ്. അപ്പോൾ നമുക്ക് ഒരു കമ്പനിയുടെ സർവീസോ അല്ലെങ്കിൽ ആ കമ്പനിയുടെ പോളിസി പഴയ പോളിസിയാണ്, പുതിയ പോളിസിയിലേക്ക് മാറ്റണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ പോർട്ട് ചെയ്യാം. അപ്പോൾ റിന്യൂവൽ ടൈമിലാണ് പോർട്ടിംഗ് നമ്മൾ ചെയ്യേണ്ടത്. ശ്രദ്ധിക്കേണ്ട കാര്യം, പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിന്യൂ ചെയ്യുന്നതിന് കുറച്ച് ദിവസം മുമ്പ് തന്നെ അതിനുള്ള സമയം നോക്കി ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ പോർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് നിലവിലുള്ള പോളിസിനേക്കാൾ മികച്ച പോളിസിയിലേക്ക് പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം. അതാണല്ലോ പോർട്ടിംഗ് കൊണ്ട് നമുക്ക് ഗുണമുണ്ടാകുന്നത്. അതൊന്ന് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം, നിലവിലുള്ള സം അഷ്വേർഡുകളെല്ലാം തന്നെ അതിലൊക്കെ കൂടിയ സം അഷ്വേർഡിലേക്കാണോ മാറുന്നത് എന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ നോക്കേണ്ടത്, നിലവിലുള്ള പോളിസിയിൽ അസുഖങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അതിന് ശേഷം വന്ന അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ രേഖപ്പെടുത്തി വേണം പുതിയ പോളിസിയിലേക്ക് മാറാനുള്ളത്. അതും ഒരു ഓപ്ഷനാണ് നമുക്ക്. ഞാൻ 2020 പോളിസി എടുത്തപ്പോൾ എനിക്ക് അസുഖമൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ 2026 എനിക്ക് 1-2 അസുഖങ്ങളുണ്ട്. അപ്പോൾ പോർട്ട് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താ? ഈ അസുഖങ്ങളെല്ലാം രേഖപ്പെടുത്തി നമുക്ക് പുതിയ പോളിസിയിലേക്ക് മാറാൻ പറ്റും. പക്ഷേ എന്താണ് ഗുണം എന്ന് വെച്ചാൽ, പോർട്ട് ചെയ്യുമ്പോൾ പിന്നീട് വെയിറ്റിംഗ് പീരീഡുകളൊന്നും വരില്ല. ഈ പോർട്ട് ചെയ്ത് വരുന്ന നമ്മൾ ഓൾറെഡി അതിൻ്റെ വെയിറ്റിംഗ് പീരീഡ് ഇപ്പോൾ 2 കൊല്ലോ 3 കൊല്ലോ വെയിറ്റിംഗ് പീരീഡുള്ള കേസൊക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ടാണ് വരുന്നതുകൊണ്ട് നമുക്ക് വെയിറ്റിംഗ് പീരീഡ് ഇല്ലാതെ തന്നെ നമുക്ക് പുതിയ പോളിസിയിലേക്ക് മാറാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പല കമ്പനികളും പോർട്ടിംഗ് ഇപ്പോൾ എടുക്കാതായിട്ടുണ്ട്. അപ്പോൾ അതും നമ്മൾ നോക്കണം. പോർട്ട് ചെയ്യുന്ന കാര്യം പ്രത്യേകിച്ചും ഈ ക്രിട്ടിക്കൽ ഇൽനെസ് വന്ന കേസുകൾ, അതുപോലെ തന്നെ ധാരാളം ക്ലെയിം വരുന്ന കേസുകളൊക്കെ പോർട്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നിലവിൽ എവിടെയാണോ ക്ലെയിം കിട്ടിക്കൊണ്ടിരിക്കുന്നത് അവിടെ കണ്ടിന്യൂ ചെയ്യാൻ തെറ്റൊന്നുമില്ല. പക്ഷേ പോർട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, നമ്മൾ നിലവിലുള്ള പോളിസികൾ മികച്ചതിലേക്ക് വേണം നമ്മൾ പക്ഷെ നമ്മൾ പോർട്ട് പോർട്ട് ചെയ്യാൻ. ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വേറെ കാര്യം, എനിക്കിതൊരു ഒരു ഇത് കിട്ടിയതാണ്, ഒരു ടൈം വന്നപ്പോൾ മനസ്സിലായതാണ്. പഴയ പോളിസിയുടെ ഇൻസെപ്ഷൻ ഡേറ്റ് തന്നെയായിരിക്കണം പോർട്ട് ചെയ്യുന്ന കമ്പനിയിലെ പോളിസി ഇഷ്യൂ ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കേണ്ടത്. എനിക്കൊരു നെയ്ബറായിട്ടുള്ള ഒരാളുടെ ഒരു കംപ്ലയിൻറ്റ് കിട്ടിയതാണ്. പോർട്ട് ചെയ്ത് വന്നപ്പം അത് ഫ്രഷ് പോളിസി ആയിപ്പോയി. അപ്പോൾ പ്രീ എക്സിസ്റ്റിംഗ് ഇൽനെസ് എന്ന് പറഞ്ഞാൽ 3 വർഷത്തെ കവർ കിട്ടാതിരിക്കുകയും അദ്ദേഹത്തിൻ്റെ നീൽ റീസ്പ്ലേമെൻ്റ് ആയിരുന്നു, ഏകദേശം 5 വർഷം ഓൾഡ് പോളിസി ആയിരുന്നു, കിട്ടാതെ ഇരിക്കുകയും ചെയ്തു. അപ്പോൾ സാറ് പറയുന്നത് നിർബന്ധമായിട്ടും നമ്മൾ എന്നാണ് സിൻസ് ഇൻസെപ്ഷൻ ആ ഡേറ്റ് നമ്മുടെ ന്യൂ പോളിസിയിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണോ? ഞാൻ പറഞ്ഞ ഏത് പോളിസിയാണെങ്കിലും കസ്റ്റമറുടെ ഒരു ബേസിക് ഉത്തരവാദിത്തമാണ്. അത് ഏജൻറ്റിൻ്റെ കൂടി ഉത്തരവാദിത്തമാണ്. പോളിസി ഇഷ്യൂ ആയി കഴിഞ്ഞാൽ അതൊന്ന് പരിശോധിക്കുക എന്നുള്ളത്. ഇന്ന് പലരും അത് ചെയ്യില്ല. പോളിസി ഇഷ്യൂ ആയെന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞ് നമ്മളൊരു ഹോസ്പിറ്റലിൽ ക്ലെയിമായിട്ട് ചെല്ലുമ്പോഴാണ് നമ്മൾ ഈ പോളിസി ആദ്യമായിട്ട് ഡോക്യുമെൻ്റ് എടുത്ത് നോക്കുന്നത്. അപ്പോൾ അത് വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് നമ്മളിപ്പോൾ ഒരു കടയിൽ ചെന്ന് പച്ചക്കറി വാങ്ങുകയാണെങ്കിൽ പോലും 10 തവണ തിരഞ്ഞു നോക്കും എന്താണ് നല്ലത് എന്ന്. പക്ഷേ ഒരു നല്ല ലക്ഷക്കണക്കിന് രൂപയുടെ പോളിസി വാങ്ങുമ്പോൾ ഡോക്യുമെൻ്റ് തുറന്നു നോക്കാൻ പോലും ആൾക്കാർ തയ്യാറാവില്ല. അപ്പോൾ ഏജൻറ്റിൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്. പോളിസി വാങ്ങിക്കഴിഞ്ഞാൽ ഏജൻറ്റും കസ്റ്റമറും കൂടി ഇരുന്നിട്ട് ഒരു അരമണിക്കൂർ സമയം ആ പോളിസിയിൽ എന്തൊക്കെയുണ്ട്, ഡേറ്റുകൾ കറക്റ്റാണോ, പേരുകൾ കറക്റ്റാണോ, ഏജ് കറക്റ്റാണോ, ഞാൻ പോർട്ട് ചെയ്ത് വരുന്ന പോളിസി പ്രത്യേകിച്ചും എൻ്റെ പഴയ പോളിസിയിലെ ഡീറ്റെയിൽസ് എല്ലാം ഇതിനകത്ത് എൻട്രി ആയിട്ടുണ്ടോ, ഞാൻ പറഞ്ഞ അസുഖങ്ങളെല്ലാം എൻട്രി ആയിട്ടുണ്ടോ എന്ന് നിർബന്ധമായിട്ടും പരിശോധിക്കണം. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഉള്ളൊരു കോർപ്പറേറ്റ് ഏജൻറ്റിന് ഇത് 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 നിങ്ങളുടെ ഒരു വലിയൊരു പോയിൻ്റാക്കി മാറണം. അതായത് സെയിൽസ് കഴിഞ്ഞിട്ട് ഒരിക്കൽ കൂടി കസ്റ്റമറെ കണ്ട് എന്താണ് പോളിസിയിലുള്ളത്, എന്തൊക്കെ വന്നിട്ടുണ്ട്, എന്തൊക്കെ ഉണ്ടെന്നുള്ളത് വിശദമാക്കി കൊടുക്കുക എന്നുള്ളത്. അത് അപ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നമുക്കത് കറക്റ്റ് ചെയ്യിക്കാം. ഈ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ പോർട്ട് ചെയ്ത് വരുന്ന പോളിസികളിൽ ആദ്യ പോളിസിയുടെ ഡീറ്റെയിൽസ് കാണിക്കണം. എന്നു മുതലാണ് പോളിസി എടുത്തത് എന്നുള്ളത് കാണിക്കണം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ നാളെ നിങ്ങൾക്കൊരു ക്ലെയിം ചെല്ലുമ്പോൾ നിങ്ങളുടെ പോളിസിയിൽ 3 കൊല്ലെന്നോ 5 കൊല്ലെന്നുള്ള പരാതി ഉണ്ടാവില്ല. അത് മാത്രമല്ല, ഇന്നിപ്പോൾ മൊറട്ടോറിയം എന്ന് പറഞ്ഞൊരു കാര്യം IRDA കൊണ്ടുവന്നിട്ടുണ്ട്. മൊറട്ടോറിയം കസ്റ്റമർക്ക് വളരെ പ്രയോജനപ്പെടുന്നൊരു കാര്യമാണ്. അതായത് നിങ്ങളൊരു പോളിസി എടുത്ത് അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ്, ഏതെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിൽ തുടർച്ചയായി 5 കൊല്ലം മെമ്പറായിരുന്നാൽ
പിന്നീട് നിങ്ങൾ പോളിസി എടുക്കുന്ന സമയത്ത് വസ്തുതകൾ മറച്ചു വെച്ചു എന്നൊന്നും പറഞ്ഞ് ക്ലെയിം നിരസിക്കാൻ പാടില്ല എന്നൊരു കാര്യം മൊറട്ടോറിയത്തിൽ IRDA കൊണ്ടുവന്നത്. മുമ്പ് 8 കൊല്ലമായിരുന്നു, 2024 അത് മാറ്റി 5 കൊല്ലമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പോർട്ട് ചെയ്ത് വരുന്ന പോളിസിയിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സീനിയോറിറ്റി അതിനകത്ത് കാണിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നിർബന്ധമായിട്ടും പോർട്ട് ചെയ്യുന്ന പോളിസികളിൽ ചെക്ക് ചെയ്യണം പഴയ പോളിസി ഡീറ്റെയിൽസ് അതിനകത്ത് എൻ്റർ ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഏത് പോളിസി എടുത്താലും 15 ദിവസത്തിനകം ക്യാൻസൽ ചെയ്യാനും നമുക്ക് പൈസ മുഴുവൻ റീഫണ്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്ത് പുതിയ പോളിസി എടുക്കാനുള്ള സമയമുണ്ട് അവിടെ. അത് ശ്രദ്ധിക്കണം.